ഹലോ! എൻ്റെ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ദേ നമ്മുടെ കണ്ണൂർ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. മോളെയും കൊണ്ടാണ് പോയത്. അങ്ങനെ ദേ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ദേ കാണുന്നത് ഇതൊക്കെയാണ് ഫസ്റ്റ് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ് ഇപ്രാവശ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ ആയിരുന്നു ഇതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. കാരണം ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പോയത് ഒരു മണി ആ ഒരു സമയത്താണ്. നല്ല വെയിലല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി. ഇത് നമ്മുടെ ബോൺസായി ഐറ്റംസാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടിലില്ല കേട്ടോ. കാരണം ഇതൊന്നും വാങ്ങിച്ചു വയ്ക്കാനുള്ള ഒരു ഇതിപ്പം നമുക്കില്ല. കാരണം നല്ല റേറ്റാണ് ഇതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക, നിർവൃതി അടയാമെന്ന് പറയൂലേ, അത് തന്നെ. ഇതൊക്കെ കണ്ടും നമ്മുടെ കണ്ണിന് കുളിർമ നൽകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ സ്റ്റോളിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവിടെ എത്തിയപ്പം എൻ്റെ മോള് നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും കഥ പറഞ്ഞ പോലെയാണ്. അവളെന്നെ ഒരു സ്ഥലത്തും നിൽക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവളെന്നെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജമന്തി വെറൈറ്റീസൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റും അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ കമേലിയാണ്. ഇത് ഹൈബ്രിഡാണ്, പെറ്റൂണിയ. പക്ഷേ നാടൻ പെറ്റൂണിയാസിൻ്റെ തൈകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ബിഗോണിയാസിലും അങ്ങനെ വലിയ വെറൈറ്റിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. ഇതൊക്കെ ആദ്യമേ ഉള്ള പ്ലാൻസ് തന്നെയാണ്. അതെൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനത് 3 വാങ്ങിച്ചു. 3 200 രൂപയായിട്ടാണ്. റേറ്റും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മെൽബിൻ്റെ അഡീനിയ പ്ലാന്റ്സ് ആണ്. ഇത് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാ തവണയും വാങ്ങിക്കാറ്. ഇത്തവണയും ഞാൻ ചെന്നപ്പം അവരെന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പ്ലാന്റ്സൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. ഇവർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ ഇവരത്. നമുക്ക് നല്ല എന്താ പറയുക, വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇവരത്. മെൽബിൻ എന്നാണ് ഇവരുടെ നേഴ്സറിയുടെ പേര്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്, ആലക്കോട് ആ ഒരു ഭാഗത്താണ്. അപ്പം നല്ല പ്ലാന്റ്സുകളാണ് ഇവരുടെ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ എൻ്റെ കയ്യിലില്ലാത്ത ഒരു 5 വെറൈറ്റി ഞാൻ വാങ്ങിച്ചു. പക്ഷെ അവിടെ ചെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം എൻ്റെ കയ്യിലിപ്പം പൂവിടാതെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ വാങ്ങിച്ചതൊക്കെയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. 5 പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ദേ നമ്മുടെ ജമന്തി, ഇതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മോൾ എന്നെ കൊണ്ട് സമ്മതിച്ചില്ല. അവൾ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. എന്ത് ചെയ്യാനാ, അവിടെയും കൊണ്ടുപോയാൽ ഇതാണ് അവസ്ഥ. എവിടെയും കയറാൻ സമ്മതിക്കില്ല. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. അതേ കണ്ടോ, ഈ വെയിലത്താണ് പോയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ വളരെ കുറവാട്ടോ. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ആൾക്കാർ. സ്റ്റോളുകളിലൊന്നും ദേ കണ്ടോ, അങ്ങനെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ തിരിച്ച് ഞാനതേ ആദ്യം വന്ന ആ സ്റ്റോളിൽ തന്നെ എത്തി. അവിടെ നിന്ന് അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരം നമ്മൾ നൊസ്റ്റാൾജിക്കൽ എന്താ പറയുക, മിഠായി അതൊക്കെ കണ്ടു.
അതിൽ കുറേയൊക്കെ ഞാൻ വാങ്ങിച്ചു. എൻ്റെ മോളോട് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കതൊന്നും വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ടല്ലോ. നമുക്കല്ലേ ഇത് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് ഇതൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ഇതൊക്കെ കുറച്ച് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ ബുക്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബുക്ക് ഷോപ്പിൽ കയറി. അതൊക്കെ നോക്കി അവൾ അവിടെ നിന്ന് കുറച്ച് ബുക്സൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. പോകാൻ നേരം എന്ത് ചെയ്തു, അവിടെ നമ്മുടെ ബജികളൊക്കെ ഉണ്ടാവുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ കയറി ഒരു കോളിഫ്ലവറിൻ്റെ ബജി അതും മേടിച്ചു. അങ്ങനെ വണ്ടിയിലിരുന്ന് അത് കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഫ്ലവർ ഷോൻ്റെ വിശേഷം ഇതൊക്കെയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്ലാന്റ്സ്. ഒരു സെക്കുലൻ്റ് പ്ലാന്റ്സും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സെക്കുലൻ്റ് പ്ലാന്റ്സ് അങ്ങനെ ഇല്ല, 1-2 ഉള്ളൂ കളക്ഷൻസ്. അപ്പം അത് ഞാൻ വാങ്ങിച്ചു. കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ റീപോർട്ട് ചെയ്ത് എടുക്കുന്നതാണ് ടാസ്ക് എന്ന് പറയുന്നത്. മണ്ണ് നിറച്ച പോട്ടുകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അതൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വാങ്ങിച്ച ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി നട്ട് വെച്ചാലാണ് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. കൊണ്ടുവന്ന മിഠായിയൊക്കെ അങ്ങനെ ടേബിളിലോട്ട് നിരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഓരോന്ന് എടുത്ത് നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ സിഗരറ്റ് മിഠായി ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉള്ളത് തന്നെയാണ്. ഇപ്പോഴും അടുത്ത കാലത്തൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇത് വല്ലാത്തൊരു സാധനം. ആകെ അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളറിൽ മിഠായിയാണ്. അതിൻ്റെ ഡിസൈന് അതിൻ്റെ ആ ഒരു കവറിനകത്ത് മാത്രമാണ് പാണ്ടയുടെ ഡിസൈൻ വരുന്നത്. പക്ഷെ ഒരാളുടെ ചിന്ത പോയ പോക്ക് നോക്കണം കേട്ടോ. ഈ ഒരു മിഠായി വലിയ ടേസ്റ്റൊന്നുമല്ല, എന്നാലും ഒരു നൊസ്റ്റാൾജിക്കൽ ഫീലല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. നാരങ്ങ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നും എന്നും എൻ്റെ ഫേവറേറ്റാണ് നാരങ്ങ മിഠായി. അതുപോലെ തന്നെ ഈ ജീരക മിഠായിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എത്രത്തോളം ആ പഴയ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. കണ്ടപ്പം ഒരു പൂതിക്ക് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഇപ്പോഴിറങ്ങിയ മിഠായിയാണ്, ഇതൊന്നും പണ്ടില്ലല്ലോ. ഇത് പിന്നെ ഈ ഒരു കടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കടലക്ക മിഠായി, ഇതും എന്താ പറയുക, പണ്ടുള്ളത് തന്നെയാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ.